അസ്സലാമു ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. കമ്മ്യൂണിക്കേറ്റീവ് അറബിക് ഭാഗം 6. ദുറൂസ് ലുഗത്തിൽ അറബിയ ലിഗൈരി നാത്തിഖീന ബിഹ. അൽ മുദർരിസ് നജ്ം അബ്ദുൽ വാഹിദ്. ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചുള്ള യൂണിറ്റ് 2 ഇവിടെ ആരംഭിക്കുകയാണ്. അദ്ദർസു സാനി. നേരത്തെ നാം പഠിച്ചു അദ്ദർസുൽ അവ്വൽ. അദ്ദർസു സാനി ഇവിടെ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അവ്വൽ സാനി എന്ന ഓർഡിനൽ കൗണ്ടിങ്, ക്രമാനുഗതമായ എണ്ണവും കൂടി ഇതോടൊപ്പം പഠിച്ചു പോകേണ്ടതാണ്. നാം ഇതുവരെ പഠിച്ച പദങ്ങളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പദങ്ങൾ നിങ്ങൾക്ക് അറിയും എന്ന് ഉറപ്പുവരുത്തുക. 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളിൽ പഠിച്ച പദങ്ങളാണ് ഇവിടെ. 4-ാം ഭാഗത്ത് പഠിച്ച പദങ്ങൾ ഇവിടെ കാണാം. 5 കൗണ്ടിങ് ആണ്. അത് കഴിഞ്ഞ് നാം നോക്കുമ്പോൾ 1 മുതൽ 10 വരെയുള്ള കൗണ്ടിങ് നാം ഭാഗം 5-ൽ പഠിച്ചു. 28 കൺസോണൻസ് ഉണ്ട് എന്ന് പറഞ്ഞു, 3 ലോങ് വവൽസ് ഉണ്ട് എന്ന് പറഞ്ഞു. 28 വ്യഞ്ജനാക്ഷരങ്ങളും 3 ദീർഘാക്ഷരങ്ങളുമാണ്. അതോടൊപ്പം ഫത്ഹ, കസ്ർ, ലമ്മ്, സുക്കൂൻ തുടങ്ങിയ വവൽ സിംബൽസ് പഠിച്ചു. ഷെദ് ഡബിൾ സിംബൽസ് പഠിച്ചു. ഡബിളിംഗ് സിംബൽ ഷെദ് പഠിച്ചു. അതോടൊപ്പം ഫത്ഹ, തൻവീനുൽ ഫത്ഹ, തൻവീനുൽ കസ്ർ, തൻവീനുൽ ലമ്മ് പഠിച്ചു. ഡബിൾ സിംബൽസ്. ഹംസും അലിഫും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു. ഹംസ് എഴുതേണ്ട കുർസി, അലിഫിൻ്റെ മുകളിൽ, വാവിൻ്റെ മുകളിൽ, യാഇൻ്റെ മുകളിലൊക്കെ ഹംസ് വരും എന്നും നാം പഠിച്ചു. ഇത് എന്ന് സൂചിപ്പിക്കാനുള്ള ഹാസ പ്രയോഗിച്ച് പഠിച്ചു. മാ ഹാസ പ്രയോഗിച്ച് പഠിച്ചു. അതോടൊപ്പം അഹാദയും പ്രയോഗിച്ച് പഠിച്ചു. അതിന് മറുപടിയായി നഅം എന്നും ലാ എന്നും മറുപടി പറയാൻ പഠിച്ചു. മനുഷ്യന്മാർക്ക് മൻ ഉപയോഗിക്കാൻ പറഞ്ഞു. അല്ലാത്തതിന് മാ ഉപയോഗിക്കാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൂരെയുള്ള വസ്തുക്കളെ സൂചിപ്പിക്കാൻ എന്തുപയോഗിക്കും എന്നാണ്. നാം ആദ്യം പറഞ്ഞത് ഹാസ ഇത്. അപ്പോൾ അത് അടുത്തുള്ളതിനെ സൂചിപ്പിക്കാനുള്ളതാണല്ലോ. ദൂരെയുള്ളതിനെ സൂചിപ്പിക്കാൻ എന്ത് പറയും? അതാണ് ജാലിക്ക. ഇപ്പോൾ ഹാസ എഴുതിയപ്പോൾ ഹായ്ക്ക് ശേഷം ദീർഘമുണ്ട്, പക്ഷേ ദീർഘത്തിന് വേണ്ടിയുള്ള അക്ഷരങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ജാലിക്ക പറയുമ്പോൾ ദീർഘമുണ്ട്, എഴുത്തിൽ ദീർഘത്തിന് വേണ്ടിയുള്ള അക്ഷരമില്ല. നാം അത് എഴുതുമ്പോഴും പറയുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. പറയുമ്പോൾ ജാലിക്ക എന്ന് ദീർഘിപ്പിച്ച് പറയണം. എഴുതുമ്പോൾ അലിഫില്ലാതെ, ദീർഘമില്ലാതെ എഴുതണം. നോക്കുക, മാ ജാലിക്ക, അതെന്താണ്? നാം പഠിച്ചു ജാലിക്ക നജ്മുൻ. മാ ജാലിക്ക, അതെന്താണ്? ജാലിക്ക നജ്മുൻ. ഹാസ മസ്ജിദുൻ വദാലിക ബൈതുൻ. ഹാസ മസ്ജിദുൻ വദാലിക ബൈതുൻ. ദിസ് ഈസ് എ മസ്ജിദ് ആൻഡ് ദാറ്റ് ഈസ് എ ഹൗസ്. അപ്പോൾ ഇതൊരു പള്ളിയാണ്, അതൊരു വീടുമാണ് എന്നതാണ് അറബി ഭാഷാ പ്രകാരം. മലയാളത്തിൽ ഞാൻ പറയുമ്പോൾ ഇതൊരു പള്ളിയും അതൊരു വീടുമാണ് എന്ന് 2 സ്ഥലത്തും വേണ്ടിവരും മലയാളത്തിൻ്റെ ശൈലി അനുസരിച്ച്. അറബി പറയുമ്പോൾ ഒരു വാ മതി, ഇംഗ്ലീഷിലും ഒരു ആൻഡ് മതി. ദിസ് ഈസ് എ മസ്ജിദ് ആൻഡ് ദാറ്റ് ഈസ് എ ഹൗസ്. ഹസ മസ്ജിദുൻ വദാലിക ബൈതുൻ. ഹസ ഹിസാനുൻ വദാലിക ഹിമാറുൻ. ഇതൊരു കുതിരയാണ്, അതൊരു കഴുതയുമാണ്. ഹദാ ഹിസാനുൻ വദാലിക ഹിമാറുൻ. അദാലിക കൽബുൻ. അതൊരു നായയാണോ? അദാലിക കൽബുൻ. ലാ ദാലിക ഖിത്തുൻ. അല്ല, അതൊരു പൂച്ചയാണ്. ലാ ദാലിക ഖിത്തുൻ. അദാലിക കൽബുൻ. ലാ ദാലിക ഖിത്തുൻ. മാ ദാലിക, അതെന്താണ്? ദാലിക സരീറുൻ. അതൊരു കട്ടിലാണ്. മൻ ഹാദ വമൻ ദാലിക.
ഇപ്പോൾ ഹാദ ഉപയോഗിച്ചപ്പോൾ നാം മൻ ഉപയോഗിച്ചിരുന്നല്ലോ, അതേപോലെ തന്നെ ജാലിക്ക ഉപയോഗിക്കുമ്പോഴും മൻ ഉപയോഗിക്കാം. മൻ ഹാദ ഇതാരാണ്, വമൻ ജാലിക്ക അത് ആരാണ്. മലയാളത്തിൽ പറയുമ്പോൾ ഇതാരാണ് അതാരാണ് എന്ന് ചോദിക്കാനേ വ്യാകരണപരമായി ഓപ്ഷനുള്ളൂ. അവിടെ പറയാൻ പറ്റുകയില്ല. അതേസമയം മലയാളത്തിൽ ചോദിക്കുമ്പോൾ മൻ ഹാദ വമൻ ജാലി, അറബി ചോദിക്കുമ്പോൾ മൻ ഹാദ വമൻ ജാലിക്ക, മൻ ഹാദ വമൻ ജാലിക്ക ഇതാരാണ് അതാരാണ്. ഹദ മുദർരിസുൻ വദാലിക ഇമാമുൻ. ഹദ മുദർരിസുൻ, മുദർരിസ് പറയുമ്പോൾ റായിനൊക്കെ ശബ്ദമുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കണം. നാം ആദ്യം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു അത്. ഹദ മുദർരിസുൻ വദാലിക ഇമാമുൻ. ഇതൊരധ്യാപകനാണ്, അതൊരു ഇമാമുമാണ്. ഇതൊരധ്യാപകനാണ്, അതൊരു ഇമാമുമാണ്. മൻ ഹദ വമൻ ജാലിക. ഹദ മുദർരിസുൻ വദാലിക ഇമാമുൻ. മാ ജാലിക അതെന്താണ്. ജാലിക ഹജറുൻ അതൊരു കല്ലാണ്. മാ ജാലിക അതെന്താണ്. ജാലിക ഹജറുൻ അതൊരു കല്ലാണ്. ഹദ സുക്കറുൻ വദാലിക ഹലീബുൻ. ഹദ സുക്കറുൻ വദാലിക ഹലീബുൻ. ഇത് പഞ്ചസാരയാണ്, അത് പാലും ആണ്. ഹദ സുക്കറുൻ വദാലിക ഹലീബുൻ. ഇത് പഞ്ചസാരയാണ്, അത് പാലുമാണ്. ഹദ സുക്കറുൻ വദാലിക ഹലീബുൻ. പാഠപുസ്തകത്തിൽ ലബനുൻ എന്നാണുള്ളത്. ലബനുൻ ഒറിജിനൽ ഭാഷയിൽ ലബനുൻ എന്ന് പറഞ്ഞാൽ പാലാണ്. അതേസമയം ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കോണ്ടംപററി ഭാഷയിൽ ലബനുൻ എന്ന് പറഞ്ഞാൽ മോരാണ്. ലബനുൻ മോരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ടെക്സ്റ്റ് ബുക്കിൽ ലബനുൻ എന്നുള്ളതിന് പകരം ഹലീബുൻ ചേർത്തിരിക്കുകയാണ്. പ്രായോഗികമായി നാം ഉപയോഗിക്കുമ്പോൾ ലബനുൻ എന്നത് മോരിന് ഉപയോഗിക്കുന്ന വാക്കാണ്. ഹലീബുനാണ് പാലിന് ആധുനിക ഭാഷ ഉപയോഗിക്കുന്നത്. പക്ഷേ സാഹിത്യമായ ഭാഷയിൽ ഹലീബും ലബനുൻ പാല് തന്നെയാണ്. ഹദ സുക്കറുൻ വദാലിക ഹലീബുൻ. ഇത് പഞ്ചസാരയാണ്, അത് പാലുമാണ്. ഇനി നാം പഠിച്ച പദങ്ങളെ ഹർക്കത്തുകളില്ലാതെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. അത് ഞാൻ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഉടൻ തന്നെ വായിക്കുക. അല്പം ഇടവേളയ്ക്ക് ശേഷം ഞാനത് വായിച്ച് കേൾപ്പിക്കും. അപ്പോൾ നിങ്ങൾ വായിച്ചത് ശരിയായിരുന്നോ എന്ന് ഉറപ്പുവരുത്താം. ഹദ സുക്കറുൻ വദാലിക ഹലീബുൻ. മൻ ദാലിക. ദാലിക ഇമാമുൻ. അദാലിക ഖിത്തുൻ. ലാ ദാലിക കൽബുൻ. ما هذا. هذا حجر. هذا سكر وذلك حليب. من ذلك. ذلك إمام. أذلك قط. لا ذلك كلب. ما هذا. هذا حجر. ഇപ്പോൾ നാം ഒരു 7 പദങ്ങൾ അധികമായി പഠിച്ചിട്ടുണ്ട്. മുൻ പാഠങ്ങളെക്കാളും ഒരു 7 പദങ്ങൾ അധികമായി പഠിച്ചിട്ടുണ്ട്. അത് ഇന്ന് തന്നെ ഹൃദയസ്ഥമാക്കുക. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഉപയോഗിച്ച് തുടങ്ങുക. നിങ്ങളുടെ വീട്ടിലും സുഹൃത്തുക്കളിലും അതേപോലെ പരിചിതരും അപരിചിതമായ ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ അറബി സംസാരിക്കാൻ നിങ്ങൾ അവസരങ്ങൾ കണ്ടെത്തുക. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ പദങ്ങൾ ഉപയോഗിച്ച് തന്നെ ശീലിക്കുക. തീർച്ചയായും കുറഞ്ഞ പരിമിതമായ ഒരു കാലയളവിനുള്ളിൽ അറബി നിങ്ങൾക്ക് പഠിച്ച് വശമാക്കാൻ പറ്റും. ബില്ലാഹി തൗഫീഖ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.